ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നുണ്ടല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ട് ഷെയർ ആക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ബട്ടൂരയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. ഇനിയിപ്പോൾ ഇതാ കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ക്ലീനാക്കിയ ചിക്കനിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 3 ടീസ്പൂണ് പെപ്പർ പൗഡറും ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയല്ല കേട്ടോ. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ചിക്കന് 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാടങ്ങ് കുക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഒരു 3/4 വേവോളം കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഫ്രൈ ആയി വന്നിട്ടുള്ള ചിക്കന് നമുക്ക് ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുള്ള ചിക്കന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റി ചെറുതായിട്ട് നിറം മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം 2 പഴുത്ത തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതിൻ്റെ ശേഷം ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് 10 മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ആ സമയം കൊണ്ട് ഒരു 20 കാഷ്യൂ നട്ട് ഞാൻ ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം സിമ്മിലിട്ടതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പോളം പുളിയില്ലാതെ കട്ടത്തയർ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡറിൽ അത് 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് കറിയൊന്ന് ഓഫ് ചെയ്യുക. ആ സമയത്ത് ഇതിലേക്ക് അവസാനമായിട്ട് 2-3 പച്ചമുളക് കീറിയിട്ടതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക.